മനോജാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ മനോജ്, ഇപ്പോൾ തന്ത്രിമാർ കുടുംബത്തിലെ രണ്ടുപേരെ, താഴ്മൺ കുടുംബത്തിലെ രണ്ടുപേരുടെ മൊഴി എടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം അനുമതി നൽകിയതിൽ തന്ത്രിമാർ തന്നെയാണ്. അപ്പോൾ തന്ത്രിമാർ കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് അന്വേഷണത്തിൽ നിന്ന് തെളിയേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ആരോപണം ഉന്നയിച്ചത് കൊണ്ടോ ഒന്നും അതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെങ്കിൽ എനിക്ക് അതിനകത്ത് പറയാനുള്ളൊരു കാര്യം, അദ്ദേഹം ഇത് അറിയേണ്ടതായിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ഇതിനുള്ള അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് അനുമതി കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഇവിടെ രാജാധികാരം പോയി കഴിഞ്ഞപ്പോഴാണ് ക്ഷേത്രം ഗവൺമെന്റിന്റെ കയ്യിലേക്ക് വന്നത്. അപ്പോ രാജാധികാരം ഉള്ള സമയത്ത് തന്ത്രിമാരെ നിയമിച്ചിരുന്നത് രാജാവിന്റെ ഇംഗിതപ്രകാരമായിരുന്നു. അതായത് അന്ന് ഭക്തരും രാജാവും കൂടെ ചേർന്ന് തീരുമാനിക്കുന്ന ആരാണോ അവര് തന്ത്രസ്ഥാനത്തേക്ക് വരികയാണ്. അപ്പൊ 1902 മുതലാണ് ഇപ്പോഴുള്ള തന്ത്രിമാരായിട്ട് മാറിയത്. ശരിക്കും ഈ തന്ത്രി സ്ഥാനം ജന്മാവകാശമാകുവാൻ പാടില്ല. അത് കർമ്മത്തിന് അധിഷ്ഠിതമായി ഏറ്റവും നല്ല കർമ്മിയായിട്ടുള്ള, ഏറ്റവും നല്ല അറിവുള്ള, തന്ത്രത്തിൽ ഏറ്റവും വൈദഗ്ധ്യമുള്ള വ്യക്തിയെ വേണം തന്ത്രിയായിട്ട്. മറ്റെല്ലാ രംഗത്തും ഉള്ളതുപോലെ തന്നെ, ശബരിമല മേൽശാന്തിക്കുള്ള പോലെ തന്നെ, അതുപോലെ തന്നെ പുറപ്പെടാ ശാന്തിയായിട്ട് മേൽശാന്തി ഇരിക്കുന്ന പോലെ തന്നെ തന്ത്രിക്കും ഏത് തന്ത്രിയാണോ, ആരാണോ, ഇപ്പൊ 2-3 തന്ത്രിമാരുണ്ടെങ്കിൽ ഏത് തന്ത്രിയാണോ ആ തന്ത്രിയും ഇത് പാലിക്കേണ്ട ബാധ്യതയുണ്ട്, ശരിയായിട്ട് പറഞ്ഞാൽ. പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പം അതൊരു വിഷയം, ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ നിരന്തരമായി അവിടെ നിലനിൽക്കാൻ അനുവദിക്കുകയാണ്. അതിലൂടെ അഴിമതിക്ക് കളം സ്വമേധയാ ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ 1 വർഷത്തിൽ കൂടുതൽ ഒരു ഉദ്യോഗസ്ഥനും ശബരിമലയിൽ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക, അപ്പോൾ തന്നെ അഴിമതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും. അപ്പൊ 2 കാര്യങ്ങൾ: ഒന്ന്, ജന്മസിദ്ധമായി ഒരവകാശവും ആർക്കും കൊടുക്കാതിരിക്കുക. 2, ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കാലാകാലങ്ങളിൽ വർഷാവർഷം സ്ഥലം മാറ്റി കൃത്യമായി റൊട്ടേഷനിലൂടെ താങ്കൾ പറഞ്ഞത് വളരെ വാലിഡായ 2 പോയിന്റുകൾ തന്നെയാണ് ശ്രീ മനോജ്. ഒന്നും ജന്മസിദ്ധമായിട്ടല്ല ഒരൊന്നും ലഭിക്കേണ്ടത് അവരുടെ പ്രവൃത്തിയും അവർക്ക് അതിലുള്ള അറിവും അതിലുള്ള ധാരണയും അതിനുള്ള യോഗ്യതയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഏത് കാര്യങ്ങളായാലും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങൾ നിൽക്കുന്നു, അതുകൊണ്ട് അവിടെ അതങ്ങനെ തുടരുന്നു എന്നാണ്. ശ്രീ സുബിനാണ് പന്തളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുബിൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തന്ത്രിമാരിലെ കൂടി ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നു. അവർ തെറ്റുകാരാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, അത് അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും പക്ഷേ തന്ത്രിമാരറിയാതെ അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. നമസ്കാരം. തന്ത്രിമാരെ വെറുതെ വലിച്ചെറിക്കേണ്ട കാര്യം ഇതിനകത്ത് വരുന്നില്ല. ഏതൊരു ക്ഷേത്രത്തിന്റെ അധിപൻ തന്ത്രി തന്നെയാണ്. തന്ത്രി അതിനെ ഒപ്പിട്ട് കൊടുക്കുന്നു, ബാക്കി അതിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവര് ഈ കള്ളത്തരം കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല. എന്നും നമ്മൾ തമ്മിൽ പരിചയമുള്ളവരല്ലേ, അപ്പൊ അത് ചെയ്യത്തില്ല. പിന്നെ ആക്ച്വലി ഇതെല്ലാം വെളിയിൽ ശ്രീ സുബിൻ, അങ്ങനെ തന്ത്രിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല മറ്റുള്ളവർ കള്ളം ചെയ്യും, അങ്ങനെ തന്ത്രിക്ക് എന്തെങ്കിലും കള്ളം ചെയ്യില്ല എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ബലം വല്ലതും ഉണ്ടോ? അങ്ങനെ തന്ത്രിമാർ കള്ളം ചെയ്യില്ല, മറ്റു പൂജാരിമാരും അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ കള്ളം ചെയ്യുന്നത്? ഒരു ഉദാഹരണം ഞാനത് പറഞ്ഞോട്ടെ സാർ. അപ്പോ അതായത് തന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം ഈ ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി സ്വന്തം അച്ഛനെ വിറ്റിട്ട് കാശുണ്ടാക്കുമെന്ന് ഒരിക്കലും ആരും വിശ്വസിച്ചില്ല. മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളാണോ? അതുകൊണ്ടല്ല ഇത് സംഭവിച്ചത്. എല്ലാരും ഞാൻ പറയുന്നത്. ശ്രീ സുബിൻ, എന്റെ ഒരു സംശയം ഇതാണ്. അപ്പൊ താങ്കൾ തന്ത്രി ചെയ്യില്ല എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പത്മകുമാറും ബാസുവും ഒക്കെ അങ്ങനെ ചെയ്യും എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? പത്മകുമാറും ബാസുവും ഒക്കെ ഇതുപോലൊക്കെ തന്നെയുള്ള ആളുകളല്ലേ? അവർ രണ്ടുപേരും വിശ്വാസികളായ ആളുകളാണല്ലോ. ഒരു സത്യമുണ്ട്. എല്ലാരും ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ചില ആൾക്കാർ ഇതിന്റെ പ്രസിഡന്റായിട്ട് സ്ഥാനത്ത് വന്നത് ചതിയിൽ കൂടിയാണ്. അത് അവർക്കറിയാം. ഞാനത് തെളിച്ചു പറയുന്നില്ല. അപ്പം ഒരൊറ്റൊരു വാക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ അടുക്കൽ പറഞ്ഞുള്ളൂ. ഞാൻ 6 പേരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ക്ഷമിച്ചാലും തന്നെ ഈ അകത്തിരിക്കുന്ന കുഞ്ഞു മണികണ്ഠൻ ചിലപ്പോൾ ക്ഷമിച്ചെന്ന് വരത്തില്ല. ഞാൻ ദൃക്സാക്ഷിയാണ്. അതൊരു കാര്യമാണ്. പിന്നെ അയ്യപ്പന്റെ മുന്നിൽ ഇപ്പൊ തന്ത്രി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കണമെങ്കിൽ വല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയാൽ മതി, കോടികൾ വരും. അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതിപ്പോ ഈ നിസാര കാര്യത്തിലൊന്നും അദ്ദേഹം അതിന് നിൽക്കത്തതുമില്ലെന്നാണ്. നിസ്സാരമായ ഒന്നാണോ ശ്രീ സുബിൻ? ഈ അവിടുത്തെ സ്വർണത്തിന്റെ വില അല്ല ശബരിമലയിലെ ഒരു
സാധനത്തിന് ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അവിടുത്തെ സ്വർണ്ണത്തിനായാലും അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഉപകരണത്തിനൊന്നും അതിൻ്റെ വിലയല്ല ഉള്ളത്. ഇത് വിശ്വാസികളെ ആളുകൾ കരുതുന്നത് അതിൽ ദൈവ ചൈതന്യമുള്ളതാണ്, ദൈവത്തിൻ്റെ ദർശനമുള്ള സാധനങ്ങളാണ്. അങ്ങനെ ആ സാധനങ്ങളടക്കം പലപ്പോഴും വിപണിയിലെത്തുമ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് അതിൻ്റെ ആകെ സ്വർണത്തിൻ്റെതല്ല, ആ മൂല്യം, ആ ഭക്തിയുടെ മൂല്യം എന്ന് പറയുന്നത് എത്രയോ, അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും. അത് ശരിയാണ് സാർ. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഒരു വിഗ്രഹം ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി മറ്റു സ്ഥലത്ത് വിറ്റാൽ ആ വിഗ്രഹത്തിനാകെ അതേപോലെ വിഗ്രഹം ഉണ്ടാക്കാൻ ചിലപ്പോൾ 10-20 പവനോ അല്ലെങ്കിൽ പഞ്ചലോഹം ആയാലും ഇത്രേ കാണത്തുള്ളൂ. പക്ഷെ അതിന്റെ വില എന്ന് പറയുന്നത് അങ്ങനെ അല്ലല്ലോ. അതിന്റെ മൂല്യം നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതൊരു നിസ്സാര കാര്യമാണെന്ന് പറയാൻ കഴിയുമോ? നിസ്സാര കാര്യമല്ല തന്ത്രി, നിസ്സാര കാര്യമല്ല ഈ ഒരു കാര്യത്തിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, അതെ, ഞാൻ എന്റെ സംശയം അതാണ്. എനിക്കറിയില്ല തന്ത്രി നിൽക്കുമോ നിൽക്കില്ല എന്നറിയില്ല. പത്മകുമാറും വാസുവും ഒക്കെ നിൽക്കും, തന്ത്രി നിൽക്കില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്നാണ് താങ്കളോട് ചോദിച്ചത്. അല്ല, ഈ ഉദ്യോഗസ്ഥർ കാണിച്ച ഒരു നെറുകേട് കൊണ്ടല്ലേ ഇത് കാണിച്ചത്. ഞാൻ സമ്മതിച്ചു. ഈ ഉദ്യോഗസ്ഥർക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ അതൊക്കെ കാണിക്കുമെന്ന് താങ്കൾ പറയുന്നു. ഉദ്യോഗസ്ഥർ കാണിക്കുമെങ്കിൽ ഈ തന്ത്രി കാണിക്കില്ല എന്ന് പറയാൻ എന്തെങ്കിലും തെളിവ് വേണ്ടേ നമ്മുടെ കയ്യിൽ? തന്ത്രി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറയാനെങ്കിൽ ഉദ്യോഗസ്ഥരും ചെയ്യില്ലെന്ന് പറയണ്ടേ? ഒരു ഉദാഹരണം എനിക്ക് പറയാനാണെങ്കിൽ, ഈ തന്ത്രിക്ക് കാശുണ്ടാക്കണമെങ്കിൽ വിദേശ രാജ്യങ്ങൾ അങ്ങനെ കാശുണ്ടാക്കണമെങ്കിൽ കിട്ടുന്ന എത്രയോ പേര് തന്ത്രിമാർ ഇപ്പോഴും വിദേശത്തൊക്കെ പോകുന്നുണ്ട്, ആവശ്യം പോലെ തവണ പോകുന്നുണ്ട്. പൈസ ഉണ്ടാക്കാൻ ഇല്ലാത്തവരല്ലോ കള്ളം കാണിക്കും. വലിയ വലിയ കാശുകാരാണ് വലിയ വലിയ കള്ളങ്ങൾ കാണിക്കുന്നത്. സാധാരണക്കാരനല്ല വലിയ കൊള്ളയൊന്നും നടത്തുന്നത്. കൊള്ള നടത്തുന്നതൊക്കെ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള മനുഷ്യരൊക്കെയാണ് വലിയ വലിയ കൊള്ളകൾ നടത്തുന്നത്. അതല്ല സാറേ, ഇതിപ്പോ ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരോപണമുള്ളൂ, എനിക്കറിയില്ല. ഇനി ഇതിനകത്ത് ആരും ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. പിന്നെ ഭഗവാന്റെ മുന്നിൽ ഏത് വലിയ പൊന്ന് തമ്പുരാൻ